കോതമംഗലം കുട്ടമ്പുഴയിൽ പെയ്ത കനത്ത മഴയിൽ ചപ്പാത്ത് വെള്ളത്തിന് അടിയിലായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദിത്യൻ ഓമനക്കുട്ടനാണ് ചേരുന്നത്. ആദിത്യന് എന്താണ് സംഭവിച്ചത് അവിടെ? ഇതാ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരികയാണ്. പൂയംകുട്ടി മണികണ്ഠൻ ചാലിൽ ഈ പാലം വെള്ളത്തിനടിയിലാകുന്നത് ഇത് ആദ്യ മഴയിലല്ല. വർഷങ്ങളായി മഴ പെയ്യുമ്പോൾ ഈ ചപ്പാത്ത് വെള്ളത്തിനടിയിലാകും. ഇവിടുത്തുകാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വെള്ളം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിട്ടാ യാത്ര ചെയ്യുന്നത്? യാത്രയാണ് ഞങ്ങൾ വഞ്ചിക്കാണ് യാത്ര ചെയ്യണത്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ചെറുവഞ്ചി പോകുന്നത് അപകടമല്ലേ? അത് അപകടം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും പോയിങ്ങോട്ട് കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ പോയിങ്ങോട്ട് അക്കരയ്ക്ക് പോകണമെങ്കിൽ വഞ്ചി തന്നെ പോകണം. ആശുപത്രിയിലൊന്നും പോകാൻ പറ്റത്തില്ല കുട്ടികൾക്കല്ലേ? പഠിക്കാനും പറ്റത്തില്ല. ഇത്തവണ ഇന്ന് പോണ പിള്ളേരൊന്നും പോയിട്ടില്ല സ്കൂളിൽ. പോയിങ്ങോട്ടിൽ പഠിക്കണ പിള്ളേർ, കുട്ടമ്പഴ പഠിക്കണ പിള്ളേരെല്ലാം വീട്ടിൽ തന്നെയുണ്ട്. പാലം പുതുക്കി പണിയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. അതൊക്കെ സർക്കാർ കയ്യിലുള്ള കാര്യങ്ങളല്ലേ. ഇന്ന് രാവിലെ വെള്ളം കയറി അല്ലേ? രാവിലെ വെള്ളം കയറി. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഇത് മുങ്ങവും. ഞങ്ങൾ ആദ്യമൊക്കെ കടത്തിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പാലം വന്ന ശേഷം അതിനൊരു അറുതിയൊന്നും വന്നിട്ടില്ല. എല്ലാ വർഷവും ഇതുപോലെ മുങ്ങും. നിങ്ങളെപ്പോലെ ചാനലുകാർ ഇത് പുറത്തെത്തിക്കാനും അധികാരികൾ എത്തിക്കാൻ വേണ്ടി ഞങ്ങളോട് വന്ന് വാർത്തയൊക്കെ ചോദിച്ച് സംഭവവാസങ്ങളൊക്കെ അറിഞ്ഞു പോകും. പക്ഷേ ഇത് അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ഇന്നിപ്പോൾ ഇവിടുന്ന് 2-3 പേര് വെള്ളത്തിൽ പോയിട്ടുണ്ട്. അതിലിവിടെ നാട്ടുകാരൊക്കെ നോക്കിയെന്ന കാരണം കുറേ പേര് രക്ഷപ്പെടുത്തി. ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ദുരിതത്തിന് ഒരു അറുതി വന്നിട്ടില്ല ഇതുവരെ. പഠനത്തിനൊന്നും പോകാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല, ഞങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. രാവിലെ വെള്ളമാണെങ്കിൽ പോകാൻ പറ്റില്ല. അത് പിന്നെ വഞ്ചി മാത്രമേ ഉള്ളൂ പോകാൻ. വഞ്ചിക്ക് പോകണം റിസ്ക്കാ. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇവിടുത്തുകാരൊക്കെ ഈ ഇക്കരെയുള്ളവർ അക്കരയ്ക്ക് പോയി ജോലി നോക്കുകയും എന്നാൽ മഴ പെയ്ത് ഈ ചപ്പാത്ത് വെള്ളത്തിനടിയിലാകുമ്പോൾ അവിടെ പെട്ടുപോവുകയും ചെയ്യുന്ന കാഴ്ച വാർത്ത നമ്മൾ പലതവണ നൽകിയിട്ടുണ്ട്. പക്ഷേ അധികൃതർ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ്. നമ്മളിപ്പോൾ കാണാം എത്രത്തോളം തീവ്രമാണ് ഇവിടുത്തെ അവസ്ഥയെന്ന്. മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാലം അടുത്ത മഴയിൽ ഉറപ്പായും ഈ പാലം വെള്ളത്തിനടിയിലാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പാലത്തിന്റെ ഉയരം കൂട്ടുക എന്നത് ഇവിടുത്തുകാർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഒന്നുകിൽ ഉയരം കൂട്ടുക, അല്ലെങ്കിൽ മറ്റൊരു പാലം നിർമ്മിച്ചു നൽകുക. ഈ രണ്ട് കാര്യങ്ങളും അധികൃതർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ കണ്ണു തുറക്കുക. ഇവർക്ക് ഈ പാലത്തിന് ഉയരം വർദ്ധിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു പാലം നിർമ്മിച്ചു കൊടുക്കുക. ഈ ഓരോ മഴക്കാലത്തും കുടുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ഈ പാവങ്ങളെ തള്ളിവിടാതിരിക്കുക. ക്യാമറമാൻ ജോയ്സ് യാറിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.